ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും തിരക്കിനിടയിൽ മറന്നുപോയൊരു വ്യക്തി തന്നെയാണ് നെവിൻ. നെവിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഒരു 2-3 വീക്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. നെവിൻ മെയിനായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ മോഷണങ്ങളാണ്. ഫുഡ് കട്ട് കഴിക്കുക, അല്ലെങ്കിൽ ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുക, രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് പോയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുന്ന, ചിപ്സ് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി ആരും കാണാത്ത സ്ഥലത്ത് പോയി ഒളിച്ചിരുന്ന് കഴിക്കുക. അതിലുപരി ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ബിഗ് ബോസിനെ കളിയാക്കുക, ബിഗ് ബോസിനോട് എന്തൊക്കെയോ കൗണ്ടർ പറയുക. ഇതൊക്കെയായിരുന്നു ശരിക്കും ഫസ്റ്റത്തെ നമ്മുടെ നെവിൻ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഈ ഫുഡ് മോഷ്ടിച്ചെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ഓവർ ആയോ നെവിൻ എന്നുള്ളൊരു ഫീലിലേക്ക് നമുക്ക് എത്തി. കാരണം എല്ലാവർക്കുള്ള റേഷ്യോ ആണ്, എല്ലാവർക്കുള്ള സാധനമാണ്. ഇതൊക്കെ നെവിന് വേണ്ടി മാത്രം നെവിൻ എടുക്കുന്നത് പോലെ നമുക്കിങ്ങനെ വളരെ വലിയൊരു സ്വാർത്ഥനായ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഇഷ്ടം കുറഞ്ഞു നെവിനോട്. അതിനുശേഷം നെവിൻ കുറേ അഗ്രസീവായി. നെവിൻ ശരിക്കും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് എന്താ പറയുക ചെയ്യുന്ന ഒരാളായിട്ടാണ്. എന്തെങ്കിലും ഒരു നോമിനേഷൻ വന്ന് നെവിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പിന്നെ നെവിൻ വളരെ വലിയ ദേഷ്യം. അതിൻ്റെ കാരണം നെവിൻ്റെ ഒരു ഭയം. കാരണം നെവിനെ സംബന്ധിച്ച് പുറത്തൊരു PR ടീമോ എന്തിനു പറയുന്നത്, ആകെയുള്ളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ നെവിൻ പുറത്തിറങ്ങിയപ്പോഴാണ് പറയുന്നത് പ്രൈവറ്റ് ചെയ്തിട്ടാണ് പോയത്. കാരണം അത്രയ്ക്കും പേടിയുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള കളികളും കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ നെഗ് വരുമോ, കമൻസ് വരുമോ, ബാഡായി വരുമോ, ആൾക്കാർ റിപ്പോർട്ട് അടിക്കുമോ, അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് പ്രൈവറ്റ് ആക്കിയിട്ടാണ് നെവിൻ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നെവിന് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പേടിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല, എന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ഔട്ടായി പോകുമെന്ന്. കാരണം വരുമ്പോൾ തന്നെ നെവിൻ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കെ നെവിൻ ഓരോ വീക്കിലും നെവിനെ നോമിനേഷൻ ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കരമായ ദേഷ്യം, ഒരു മനസ്സിൽ എന്തൊക്കെ വെച്ച് അവരോട് ഭയങ്കര വൃത്തികെട്ട രീതിയിലൊക്കെ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് നെവിനെ കണ്ടുകൂടാത്തൊരവസ്ഥയ്ക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ ചെറിയ രീതിയിൽ ഒന്നും കൂടി ഒന്ന് ബെറ്ററായി വന്നു. മറ്റുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം കാണിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാതെ നെവിനോട് വീണ്ടും ഇഷ്ടം കൂടി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നെവിൻ്റെ ക്യാരക്ടർ പിന്നെയും മാറി. നെവിൻ അനുമോളോടത്തൊക്കെ ചെയ്തത്, ഷാനവാസിൻ്റെ അടുത്തുണ്ടായ അടിയും ഈ കാര്യങ്ങളൊക്കെ ആ ലാസ്റ്റ് വീക്കിന് തൊട്ട് മുമ്പ് റീ എൻട്രിക്ക് തൊട്ട് മുമ്പായിട്ട് അനുമോളെ നമ്മുടെ നെവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തീരെ ഇഷ്ടമല്ലായിരുന്നു അനുമോളെ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ആ ഒരു റീ എൻട്രിക്ക് ശേഷം എല്ലാവരും കൂടി വന്നിങ്ങനെ കൊത്തിപ്പറിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ നെവിൻ്റെ മനസ്സിലൊരു ചെറിയൊരു അലിവ് തോന്നി. ആ സമയം വരെ അക്ബർ നെവിന് ഭയങ്കര കൂട്ടാണ്. അക്ബറിനോട് ആ സമയത്ത് നെവിന് ഇഷ്ടമുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒരാളെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു അനുകമ്പമൊക്കെ തോന്നിപ്പോയി അനുമോളോട്. അതുപോലെ ഒരു ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ അത് നോർമൽ, അത് എവിടെയാണ് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ നെവിൻ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അതേപോലെ ഈ അനുമോള് ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെവിന് ഒരു സങ്കടം, ഒരു കുറ്റബോധമൊക്കെ വന്നു. അതിൻ്റെ പേരിലാണ് നെവിൻ എന്താ പറയുക അനുമോളുടെ അടുത്ത് പോകും, അനുമോൾ ആശ്വസിപ്പിക്കും. അവിടെ റീ എൻട്രിക്ക് വന്ന ആൾക്കാർ, പുറത്തുനിന്ന് വന്നതിൽ നമ്മുടെ ജിഷിൻ, ലക്ഷ്മി, അത്യാവശ്യം തിരക്കില്ലാത്ത നമ്മുടെ മസ്താനി, ഒനിൽ, ശരത്ത് ഉണ്ടായിരുന്നു. അതേപോലെ അഭിലാഷ്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നതിൽ സ്വന്തം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ആദിലയും നൂറയും വരെ നെഗറ്റീവായി ഓപ്പോസിറ്റ് സൈഡ് നിന്ന് കളിക്കാൻ ശ്രമിച്ചപ്പോൾ ഷാനവാസും കുറച്ച് സപ്പോർട്ടീവായിരുന്നു. ഷാനവാസിന് മനസ്സിലായി പുറത്തുനിന്ന് വന്നവരുടെ കളിയൊക്കെ എന്താണെന്ന്. ഇതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നോക്കിയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അനുമോൾ ആ സങ്കട സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച ഒരാൾ നമ്മുടെ നെവിനാണ്. അവിടെ നെവിൻ നന്നായിട്ട് നെവിൻ്റെ ക്വാളിറ്റി നെവിൻ അവിടെ കാണിച്ചു. കാരണം ഇനി എത്ര വലിയൊരു ശത്രുവാണെങ്കിലും ഇത്രയേ ഉള്ളൂ ഞാൻ എന്നുള്ള രീതിയിൽ നെവിൻ അവിടെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഫുഡിൻ്റെ കാര്യങ്ങൾക്കും ഇങ്ങനെയൊക്കെയാണ്. അതിലുപരി ഒരു എന്താ പറയുക, നെവിൻ തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അതിനിടയിൽ ബിഗ് ബോസ് വീട്ടിൻ്റെ ക്യാപ്റ്റനായി, അതും ഒരാളാണെങ്കിൽ പ്രശ്നമില്ല, 3 പേരെ ക്യാപ്റ്റനായി, അതിൽ നിന്ന് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ വരെ നെവിനായി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കര അഹങ്കാരിയായി പോയി. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വളരെ വലിയൊരു തെറ്റായ കാര്യമാണ് ചെയ്തതെന്ന് ഞാൻ സ്വയം സമ്മതിക്കുന്നു. ആ സമയത്ത് എനിക്ക് പറ്റിപ്പോയതാണ്. അത് ഇങ്ങനെയൊക്കെ ആവും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ആ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ രീതിയിൽ എൻ്റെ തെറ്റെന്താണെന്നൊക്കെയെന്ന് നെവിൻ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട്, അതും ലൈൻ കട്ടുന്നു, പുറത്തത്തെ ഫോണോ കാര്യങ്ങളൊന്നും കിട്ടുന്നതിന് മുമ്പ്. കാരണം അനുമോളാണ് വിന്നർ എന്ന് പോലും നെവിൻ ആ സമയത്ത് അറിയില്ല. ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് വീട്ടിനകത്ത് ആരായിരിക്കും വിന്നർ ആവാൻ സാധ്യതയുള്ളതെന്ന് ചോദിക്കുമ്പോൾ നെവിൻ അപ്പോൾ പറയുന്നുണ്ട് കിടപ്പ് വശങ്ങളൊക്കെ ഇതാക്കി അനീഷേട്ടനാവാനാണ് സാധ്യത എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ്റെ മനസ്സിൽ അവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ആരാണെന്ന് ചോദിച്ചാൽ അത് അനീഷാണ്. കാരണം ആരെയും പേഴ്സണലി ആയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഗെയിമറാണ്, ആരെയും വൃത്തികെട്ട രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും അങ്ങനെ എന്താ പറയുക ഒരുപാട് അങ്ങോട്ട് ദ്രോഹിച്ചിട്ടില്ല എന്നൊക്കെ അനീഷിനെ പറ്റി നെവിൻ അവിടെ നിന്ന് നെവിന് മനസ്സിലായ കാര്യങ്ങൾ, അത് പ്രേക്ഷകർക്ക് മനസ്സിലായ പോലെയുള്ള അതേ സെയിം കാര്യങ്ങൾ നെവിൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നെവിൻ ഉൾപ്പെടെ, അതേപോലെ അക്ബർ പുറത്തിറങ്ങുമ്പോൾ അനീഷിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അനീഷേട്ടൻ നല്ല ക്വാളിറ്റി ഉണ്ട്, മറ്റുള്ള ലൈഫ് വെച്ച് കളിച്ചിട്ടില്ല ഒന്നും, അങ്ങനെ ഓരോ കാര്യങ്ങളും അനീഷ് അവിടെ ചെയ്ത നല്ല കാര്യങ്ങൾ, അനീഷേട്ടൻ നല്ല രീതിയിലാണ് ഈ ഗെയിം മുമ്പിലോട്ട് കൊണ്ടുപോയത്. ആരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ റീ എൻട്രിക്ക് വന്നാലും അവിടെ ഉണ്ടായിരുന്നല്ലോ ആരുടെ മനസ്സിലൊരു ദേഷ്യമോ ഒന്നും ഇല്ലാത്ത ഒരാളാരാണ് ചോദിച്ചത് അനീഷാണ്. അനീഷിനോട് ആർക്കും പേഴ്സണലി ദേഷ്യമോ ഒരു എന്താ പറയുക ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം മാത്രമാണ്. അത് അനീഷിൻ്റെ ഒരു ക്വാളിറ്റി. അത് മനസ്സിലാക്കിയിട്ട് നെവിൻ അത് പെരുമാറിയത് നെവിൻ്റെ ഒരു ക്വാളിറ്റി. ലാസ്റ്റ് ആ വീക്കിൽ നെവിൻ അനുമോൾക്ക് സപ്പോർട്ട് നിന്നില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പുറത്തുനിന്ന് വന്ന ഒരാളെ തന്നെ ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുറത്ത് അവർ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതാണ് സാധാരണ എല്ലാ സീസണിലും നടക്കാറുള്ളത്. നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ
തന്നെ അത് അറിയാം. അവിടെയും നെവിൻ ഇപ്പോൾ ആദിലയും നൂറയും പോലെ അനുമോൾ എല്ലാവരും കൂടി ക്രൂശിക്കുന്നുണ്ട്, ഞങ്ങളത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കാതെ അനുമോളിൽ ആ ഒരു കഷ്ടപ്പെട്ട സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് നെവിൻ ടോപ്പ് 5 കയറിയത് തന്നെ. നെവിൻ ടോപ്പ് 5 ഇല്ലായിരുന്ന ഒരാളായിട്ട് ടോപ്പ് 5 കയറി തേർഡ് റണ്ണറപ്പ് ആവാൻ കാരണം തന്നെ നെവിൻ്റെ ആ ഒരു വീക്കിൽ അക്ബറിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നോറ നമ്മൾ പറഞ്ഞതാണ് നോറയുടെ കാര്യം. ഒരു സമയത്ത് സീസൺ ഒരു പകുതി എത്തിയപ്പോൾ തന്നെ നെവിൻ എപ്പോൾ നോറയായിട്ടുള്ള ആ ഒരു എന്താ പറയുക, നോറ നെവിനെ ഒരുപാട് ട്രിഗർ ചെയ്ത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തയച്ചോ അന്ന് തൊട്ട് നോറയുടെ ആ കളി നമ്മൾ പറഞ്ഞ ടോപ്പ് 5 നോറ ഉണ്ടെന്ന്. ഈ ആര് പ്രഡിഷൻ ലിസ്റ്റ് എടുത്താലും ടോപ്പ് 5 ആളാരാണെന്ന് ചോദിച്ചാൽ അതിലൊരു പേര് നോറയായിരുന്നു. അങ്ങനെയുള്ള നോറ ടോപ്പ് 5 ഉണ്ടായിട്ടും ലാസ്റ്റ് റീ എൻട്രിക്ക് വരെ ടോപ്പ് 5 ഉണ്ടെന്ന് പ്രതീക്ഷിച്ച നോറ പെട്ടെന്ന് താഴെ പോയത് അവിടെ നിന്നുള്ള അവരുടെ ക്യാരക്ടർ തന്നെ. നമ്മൾ സാധാരണ ജനങ്ങൾ PR ഇതൊന്നും അല്ലാതെ PR കൊണ്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വോട്ടിൻ്റെ കണക്കുണ്ട് എന്ത് പറഞ്ഞാലും അതൊന്നും അല്ലാതെ നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ പോലെയുള്ള സാധാരണ ഈ 100 ദിവസം ബിഗ് ബോസ് നോക്കുന്ന പ്രേക്ഷകർ ഒരാളെ ഫുള്ളായിട്ട് ടോട്ടലായി എടുക്കുക. ആ സമയത്ത് നമുക്ക് അങ്ങനെയാണ്. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ആ തൊട്ട് മുമ്പ് വരെ അവർ എത്ര നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒരു നിസ്സാര കാര്യം മതി നമുക്ക് തന്നെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവരെന്ന് തോന്നുന്ന ഒരു കാര്യം അവിടെ ചെയ്താൽ മതി നമുക്ക് അവരോടുള്ള ഇഷ്ടം പോകാൻ വേണ്ടി. പട്ടാഗേൾസ് എന്നൊരു സമയത്ത് ആദിലിനെയും നൂറിനെയും അനുമോളൊക്കെ ഭയങ്കര കാര്യമായി പറഞ്ഞ് നമ്മൾ തന്നെ ലാസ്റ്റ് വീക്ക് എത്തുമ്പോൾ ആദിലിനെയും നൂറിനെ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തിക്കണം. അവരവിടെ ചെയ്തു കൂട്ടിയത് അങ്ങനെയായിരുന്നു. ഇനി അവർ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് ഗെയിമിൻ്റെ ആയിരിക്കും. പക്ഷേ നെവിൻ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം നെവിൻ ഇന്റർവ്യൂസ് കണ്ടതുകൊണ്ടാണ് നെവിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം നെവിൻ അവിടെയും ഇവിടെയൊക്കെ ഒരുപോലെ തന്നെ ഒരു വ്യത്യാസം എനിക്ക് നെവിനിൽ കണ്ടില്ല. വീടിനകത്ത് പോലെ തന്നെ നെവിൻ പുറത്തിറങ്ങിയപ്പോഴുള്ള പെരുമാറ്റം, പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ നെവിൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ളത് എല്ലാത്തിലും നെവിൻ ബിഗ് ബോസ് വീടിനകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പുറത്ത് നിന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് അവനായി തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത്. എന്തുകൊണ്ടും ഒരു PR ഒരു സപ്പോർട്ടോ ഇല്ലാതെ ജനങ്ങളുടെ പ്രേക്ഷകരുടെ മാത്രം വോട്ടിങ്ങോടുകൂടി ടോപ്പ് 5 എത്തിയ ഒരാൾ തന്നെയാണ് നെവിൻ. എന്തുകൊണ്ടും നെവിൻ ടോപ്പ് 5 എത്താൻ ഒരു അർഹനായ ഒരാൾ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.